ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മോളെ 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 ആന്റി. എന്തു പറ്റിയമ്മേ? ജ്യൂസ് കുടിച്ച ഉടനെ വൊമിറ്റ് ചെയ്തത്? നീ ടെൻഷൻ ആവാതിരിക്കെ. ഈ സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാ. എന്ത് കഴിച്ചാലും ഇങ്ങനെ വരും. നോക്ക് മോളെ, ഇതിൽ പേടിക്കാനൊന്നുമില്ല. ഇത് കുറച്ചു നാളത്തേക്ക് ഇങ്ങനെ കാണും. വയറ് നന്നായിട്ട് വേദനിക്കുന്നുണ്ടമ്മ. ആന്റി, ഈ സമയത്ത് ഇങ്ങനെ വയറുവേദന വരുന്നത് അത്ര നല്ല ലക്ഷണമല്ലല്ലോ. എന്താ അമ്മേ? അമ്മേ എന്താ ഇത്? വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ നിർമ്മലേ. വെറുതെ പിള്ളേരെ പേടിപ്പിക്കാനായിട്ട്. പോയി നിന്റെ പണി നോക്ക്. ചെല്ലേ. എടാ, ഇന്നലെ നീ ഹോട്ടലിൽ കൊണ്ടുപോയി എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുത്തില്ലേ? അതിന്റെ ഇവൾക്കിപ്പോ ഈ വയറുവേദന. നല്ല വേദന ഉണ്ടമ്മ, സഹിക്കാൻ വയ്യ. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഗൗതം, നിക്കാൻ വയ്യ. എന്നെ ഒന്ന് പിടിച്ച് എനിക്കൊന്ന് ഇരിക്കണം. മോനെ, നീ പോയി വണ്ടി എടുക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ മോളെ. പാർവതി, ഞാൻ കൂടെ വന്നോട്ടെ. എന്തിന്? നീ ഇവിടെ എങ്ങനെ നിന്നാ മതി, എനിക്കറിയാൻ കൊണ്ടുപോകാൻ. മോളെ പതുക്കെ. നമ്മുടെ പ്ലാൻ സക്സസ് ആയി. അതെ അതെ, ആശുപത്രിയിലേക്ക് ചെന്നാട്ടെ. അവിടെയല്ലേ ബാക്കി ഷോക്കിംഗ് ന്യൂസ് ഉള്ളത്. മോളെ കരയില്ല മോളെ, ഒന്നുമില്ലെന്നേ. ഒന്നുമില്ല, കരയാതിരിക്കേ. നിൽക്കൂ, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ, അകത്തേക്ക് വരണ്ട. മോനെ വാ, അങ്ങോട്ട് ഇരിക്കാം. വന്നിരിക്കേ. ഈശ്വര, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരുത്തല്ലേ. എന്താ പാറു, എന്താ ഇങ്ങനെ? മോനെ, ഇതൊക്കെ ഇതിലുള്ളത് തന്നെയാ. നീ ടെൻഷൻ ആവാതിരിക്കേ. അഭിരാമി ഡോക്ടർ. എന്താ പ്രോബ്ലം? എന്തായാലും ഞാനൊന്ന് നോക്കട്ടെ. ശരി. കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പം കാണോ അമ്മേ? എടാ, നീ അങ്ങനെയൊന്നും ചിന്തിക്കാതെ ഒരു കുഴപ്പവും കാണല്ലെന്ന് പ്രാർത്ഥിക്കേ. ഇതൊക്കെ ഇതിലുള്ളതാന്നല്ലേ അമ്മ നേരത്തെ പറഞ്ഞേ. പിന്നെന്താ ഇങ്ങനെ? എന്താടാ ഇത്? നീ ഇങ്ങോട്ട് വന്ന് ഇവിടെ ഇരുന്നേ. വാ. എന്താ ഡോക്ടർ, കുഴപ്പമൊന്നുമില്ലല്ലോ? ചില ടെസ്റ്റുകളൊക്കെ നടത്തണം, സ്കാനിങ്ങും വേണം. നിധിയെ അങ്ങോട്ട് കൊണ്ടുപോവുക. തൽക്കാലം പെയിൻ കുറയാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ ഗൗതം? ഒന്നുമില്ല, ഒന്നും ഉണ്ടാവില്ല. ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ. മോളെ, എനിക്കെന്തോ നല്ല പേടിയുണ്ട് ഗൗതം. ആദ്യം മോളുടെ പേടിയൊക്കെ ഒന്ന് മാറ്റ്. ദൈവം ഒരു കുഴപ്പവും വരുത്തില്ല. മോനെ, ഒരു കുഴപ്പവും വരില്ല. നീ അവിടെ ചെന്നിരുന്നേ. ഇരിക്കടാ.
എന്തായി ഡോക്ടർ? വരൂ പറയാം. ഡോക്ടർ, മോൾക്കിപ്പോ എങ്ങനെയുണ്ട്? മയങ്ങാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. നിധിയെ അവര് റൂമിലേക്ക് മാറ്റും. നിങ്ങൾ ഇരിക്കെ. എന്താ ഡോക്ടർ, എന്തിനാ വരാൻ പറഞ്ഞേ? നിധി പ്രഗ്നന്റ് ആണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഡോക്ടർ ഒന്ന് അങ്ങനെ ചോദിച്ചത്? വേറൊന്നും കൊണ്ടല്ല, നിധി പ്രഗ്നന്റ് അല്ല. എന്തൊക്കെ ഡോക്ടർ പറയുന്നത്? ഞാൻ പറയുന്നത് സത്യമാണ്. അല്ല, നിധി പ്രഗ്നന്റ് ആണെന്ന് നിങ്ങൾ എങ്ങനെയാ മനസ്സിലാക്കിയത്? അല്ല, അത് പിന്നെ മോള് വോമിറ്റ് ചെയ്തു. അതുമാത്രല്ല, ഈ പ്രഗ്നൻസി ടെസ്റ്റിനുള്ള കിറ്റില്ലേ, അത് വാങ്ങി ടെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിൽ കണ്ടതനുസരിച്ചാ പ്രഗ്നന്റ് ആണെന്ന് ഉറപ്പിച്ചതേ. ആ അതെ. ചില സമയങ്ങളിൽ അതിലും ഇങ്ങനെ എറർ കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോ അത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും. എക്സ്പയർഡ് ആയ കിറ്റ് ഉപയോഗിച്ചാലും ഇങ്ങനെ തെറ്റായ റിസൾട്ട് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, നിധി പ്രഗ്നന്റ് അല്ല. ഞങ്ങളൊക്കെ സന്തോഷത്തിലും പ്രതീക്ഷയിലുമായിരുന്നു. ഇതിപ്പോ വല്ലാത്ത സങ്കടമായി പോയല്ലോ ഡോക്ടർ. ഇതിലിത്രയ്ക്ക് സങ്കടപ്പെടാൻ എന്താ ഉള്ളത്? ഇതൊരു നിസ്സാര കാര്യമല്ലേ? പക്ഷേ ഇനി ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അത് ഉൾക്കൊള്ളാൻ മനസ്സുകൊണ്ട് നിങ്ങൾ തയ്യാറെടുത്തേ പറ്റൂ. സാവധാനമെങ്കിലും നിധിയെ ഇത് പറഞ്ഞു മനസ്സിലാക്കുകയും വേണം.